സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की सुन मेरे डोलना सुन मेरी चाहते KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.
നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്ന് റിപ്പബ്ലിക് ദിനം. രാജ്യം റിപ്പബ്ലിക്കായതിന്റെ 66ാം പിറന്നാളിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ. 1950 ജനുവരി 26-നായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക്കായത്. ഇന്ന് ഇടുക്കിയുടെ പിറന്നാൾ. ഇടുക്കി ജില്ല രൂപീകൃതമായിട്ട് ഇന്ന് 43 വർഷം. 1972 ജനുവരി 26-ന് ജില്ല രൂപീകൃതമായി. 53 പഞ്ചായത്തുകളോടൊപ്പം വാളറ, പട്ടം കോളനി പഞ്ചായത്തുകൾ ചേർക്കപ്പെട്ടതും കട്ടപ്പന നഗരസഭയും മെഡിക്കൽ കോളേജുമെല്ലാം ഇത്തവണ ഇടുക്കിക്ക് ലഭിച്ച പിറന്നാൾ സമ്മാനങ്ങൾ. മനുഷ്യരിൽ നിന്ന് പരസ്പര സ്നേഹവും വിശ്വാസവും അകന്നു പോകുന്നിടത്ത് ജനാധിപത്യത്തിന്റെ പതനം ആരംഭിക്കുമെന്ന് പ്രശസ്ത ചിന്തകൻ KEN കുഞ്ഞഹമ്മദ്. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുന്നിടത്താണ് വർഗീയതയുടെ വിഷവിത്തുകൾ മുളയ്ക്കുന്നതെന്നും KEN. ഇടുക്കിയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുവാൻ എല്ലാവരും കൂട്ടായ പരിശ്രമം നടത്തണമെന്ന് മന്ത്രി PK ജയലക്ഷ്മി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉരുന്നു മനസ്സുകളിൽ ചായക്കൂട്ടുകളുടെ വർണ്ണ സൗന്ദര്യം നിറച്ച ചിത്രകലാ അധ്യാപകൻ ഉപാസന നാരായണൻകുട്ടിക്ക് ഹൈറേഞ്ചിന്റെ പ്രണാമം. 3ാമത് ഉപാസന നാരായണൻകുട്ടി അനുസ്മരണ ചിത്രരചനാ മത്സരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് റിപ്പബ്ലിക് ദിനം. രാജ്യം റിപ്പബ്ലിക്കായതിന്റെ 66ാം പിറന്നാളിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. 1950 ജനുവരി 26-നായിരുന്നു ഭാരതം റിപ്പബ്ലിക്കായത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീരദേശാഭിമാനികൾക്ക് ഇടുക്കിനെറ്റ് വാർത്തകളുടെ ഓർമ്മപ്പൂക്കൾ. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക് രാജ്യമായതിന്റെ ഓർമ്മയാണ് ജനുവരി 26. ഈ ഓർമ്മയ്ക്കായാണ് ആഘോഷ പരിപാടികൾ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്നതും. ഇന്ത്യയിലെ ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നാണ് ജനുവരി 26. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് 4-മനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. ആ കാലഘട്ടത്തിൽ ഗവർണർ ജനറൽ C രാജഗോപാലാചാരിയായിരുന്നു. 1950 ജനുവരി 26-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ റിപ്പബ്ലിക്കായതിന്റെ പ്രാധാന്യം നിലനിർത്തുവാൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ചേർന്നാണ് അവസാനിക്കുക. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുകയും ചെയ്യും. ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിക്കും. ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന നിരവധിയായ കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന സൈനിക പ്രദർശനങ്ങളും നടക്കുന്നു. ഡൽഹി കൂടാതെ എല്ലാ സംസ്ഥാനത്തിന്റെയും തലസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാനത്തെ ഗവർണർമാർ പതാക ഉയർത്തും. ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനത്തിൽ പ്രത്യേക പരിപാടികൾ നടക്കാറുണ്ട്. എല്ലാ റിപ്പബ്ലിക് ദിനങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ പ്രധാന വ്യക്തികൾ ഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ അതിഥികളാകാറുണ്ട്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇന്ത്യയുടെ അതിഥിയായി ഡൽഹിയിലെത്തുന്നു എന്നതാണ്. ന്യൂസ് ഡെസ്ക് ഇടുക്കിനെറ്റ്. ഇടുക്കിയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുവാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്ന് മന്ത്രി PK ജയലക്ഷ്മി പറഞ്ഞു. ഇടുക്കിയിൽ ജില്ലാ ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ 7620 ഹെക്ടർ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകുവാൻ നടപടി പൂർത്തിയായി വരുന്നതായും മന്ത്രി പറഞ്ഞു. മുമ്പ് വീട് നൽകുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും അംഗീകരിച്ച വാസയോഗ്യമായ 7693 ഹെക്ടർ ഭൂമി ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ത്വരിതഗതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. ആദിവാസി പുനരധിവാസ മിഷൻ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമാക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ ഗവൺമെന്റ് ഏർപ്പെടുത്തും.
66ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. ഇടുക്കിയുടെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ എല്ലാ മേഖലയിൽ നിന്നുള്ള സഹകരണവും ഉണ്ടാവണം. ഇടുക്കി ഈ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടതും മെഡിക്കൽ കോളേജുമടക്കം വികസനത്തിന്റെ പുതിയ പാതകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നും സംസ്ഥാന പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി പി കെ ജയലക്ഷ്മി അഭിപ്രായപ്പെട്ടു. കാർഷിക വിളകൾക്ക് മെച്ചപ്പെട്ട വില കിട്ടിയാൽ മാത്രമേ ഇടുക്കിക്കാരുടെ മനസ്സ് സന്തോഷകരമാവുകയുള്ളൂ. കാർഷികോൽപ്പന്നങ്ങൾക്ക് തറവില പ്രഖ്യാപിക്കുന്നത് പോലുള്ള നടപടികൾ കർഷകർക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ജില്ലയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അർഹരായവർക്കെല്ലാം പട്ടയം നൽകുന്നതിന് ഗവൺമെന്റ് വളരെയധികം പ്രാധാന്യത്തോടെ നടപടി സ്വീകരിക്കുന്നുണ്ട്. പട്ടയമേളകളും റവന്യൂ അദാലത്തുകളും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലയുടെ വികസനത്തിന് ഏറ്റവും പരിഗണന കൊടുക്കേണ്ട ഒരു മേഖല ടൂറിസം രംഗമാണ്. ടൂറിസം മേഖലയിലെ സാധ്യതകളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കും. ജില്ലയിൽ റൂറൽ ടൂറിസം സർക്യൂട്ട് ആവിഷ്കരിക്കുന്ന ടൂറിസം വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും. ഈ സാക്ഷരതയുടെ കാര്യത്തിൽ ഇടുക്കി ജില്ല അഭിമാനാർഹമായ നേട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇടുക്കിക്ക് സ്വന്തമായി ലഭിച്ച മെഡിക്കൽ കോളേജ് വികസന രംഗത്തെ മറ്റൊരു നാഴികക്കല്ലായി മാറാൻ പോവുകയാണ്. ആധുനിക നഗരങ്ങളിൽ പോലുള്ള സൗകര്യങ്ങളാണ് ഇടുക്കിയിലേക്ക് വന്നു ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയുടെ വികസനത്തിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായും ഇവിടുത്തെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖല ടൂറിസമാണെന്നും അവയുടെ പുരോഗതിക്കായി പദ്ധതികൾ ഉണ്ടാവണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ജില്ലാ സായുധ സേന, ലോക്കൽ പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്, NCC എന്നിവയ്ക്ക് പുറമെ കേന്ദ്രീയ വിദ്യാലയം, ജവഹർ നവോദയ, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ നിന്നുള്ള പട്രൂണുകളും പങ്കെടുത്തു. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA റോഷി അഗസ്റ്റിൻ, കളക്ടർ അജിത് പാട്ടീൽ, ജില്ലാ പോലീസ് സൂപ്രണ്ട് അലക്സം വർക്കി, അസിസ്റ്റന്റ് കളക്ടർ ജാഫർ മാലിക് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ഇന്ന് ഇടുക്കിയുടെ പിറന്നാൾ. ഇടുക്കി ജില്ല രൂപീകൃതമായിട്ട് ഇന്ന് 43 വർഷം. 1972 ജനുവരി 26-നാണ് ജില്ല രൂപീകൃതമായത്. 53 പഞ്ചായത്തുകളോടൊപ്പം വാളറ, പട്ടംകോളനി പഞ്ചായത്തുകൾ ചേർക്കപ്പെട്ടതും കട്ടപ്പന നഗരസഭയും മെഡിക്കൽ കോളേജുമെല്ലാം ഇത്തവണ ഇടുക്കിക്ക് ലഭിച്ച പിറന്നാൾ സമ്മാനങ്ങളാണ്. കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ടിരുന്ന ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് എന്നീ താലൂക്കുകളെയും എറണാകുളം ജില്ലയിലായിരുന്ന തൊടുപുഴ താലൂക്കിലെ മഞ്ഞല്ലൂരും കല്ലൂർക്കാടും ഒഴികെയുള്ള പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് 1972 ജനുവരി 26-നാണ് ഇടുക്കി ജില്ല രൂപീകരിക്കുന്നത്. ഇടുക്കി ജില്ല പിന്നീട് ഇടുക്കി ജില്ല എന്നാക്കിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനമിറക്കുകയും ചെയ്തു. തുടക്കത്തിൽ കോട്ടയമായിരുന്നു ജില്ലാ ആസ്ഥാനം. 1976-ലാണ് തൊടുപുഴ താലൂക്കിലെ പൈനാവിലേക്ക് ജില്ലാ ആസ്ഥാനം മാറ്റിയത്. കുറവൻ, കുറത്തി എന്നീ മലകൾക്കിടയിലുള്ള ഇടുക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടായ ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്ക് എന്ന വാക്കിൽ നിന്നാണത്രേ ഇടുക്കി എന്ന പേര് ഉണ്ടായതും. കേരളത്തിന്റെ മധ്യഭാഗത്തായാണ് ഇടുക്കി ജില്ല സ്ഥിതി ചെയ്യുന്നത്. പൈനാവ്, തൊടുപുഴ, കട്ടപ്പന, അടിമാലി എന്നിവയാണ് ജില്ലയിലെ മറ്റ് പ്രധാന പട്ടണങ്ങൾ. ഇടുക്കി ജില്ലയുടെ 50% സംരക്ഷിത വനഭൂമിയാണ്. തീവണ്ടിപ്പാതയില്ലാത്ത കേരളത്തിലെ 2 ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. ദേവികുളം, തൊടുപുഴ, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി എന്നിവയാണ് ജില്ലയിലെ താലൂക്കുകൾ. കഴിഞ്ഞ മാസം വരെ തൊടുപുഴയായിരുന്നു ജില്ലയിലെ ഏക മുനിസിപ്പാലിറ്റി. ഇപ്പോൾ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തിക്കഴിഞ്ഞു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 53 ഗ്രാമപഞ്ചായത്തുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായി വാളാടി, പട്ടംകോളനി എന്നീ ഗ്രാമപഞ്ചായത്തുകളും കൂടി ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്നുണ്ട്. വൈദ്യുതോൽപാദനത്തിന് പേര് കേട്ടതാണ് ഇടുക്കി ജില്ല. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 66% ഈ ജില്ലയുടെ വൈദ്യുത പദ്ധതികളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടായ ഇടുക്കി അണക്കെട്ടും ഇടുക്കി ജില്ലയിൽ തന്നെ. ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഇതാണ്. വിനോദസഞ്ചാര മേഖലയും എടുത്തു പറയേണ്ട ഇടുക്കിയുടെ സവിശേഷത തന്നെ. ഇടുക്കി ജില്ല 43-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പുതുതായി രൂപം കൊണ്ട കട്ടപ്പന മുനിസിപ്പാലിറ്റിയും വാളറ, പട്ടംകോളനി ഗ്രാമപഞ്ചായത്തുകളും ഇടുക്കി മെഡിക്കൽ കോളേജുമെല്ലാം തന്നെ ഇടുക്കിക്ക് ലഭിച്ച പിറന്നാൾ സമ്മാനങ്ങൾ കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. മലയാള സാഹിത്യ ലോകത്തിന് പുത്തൻ പ്രതീക്ഷയായി ഹൈറേഞ്ചിൽ നിന്നും ഒരെഴുത്തുകാരൻ കൂടി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും കാഞ്ചിയാർ ബോധി ഗ്രന്ഥശാല സെക്രട്ടറിയുമായ മോബിൻ മോഹന്റെ കഥാസമാഹാരം സാഹിത്യാസ്വാദകർക്ക് സമർപ്പിച്ചു. ലബഗഡ JPM കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. നിരവധി ഗാനങ്ങൾ കാവ്യ കേരളത്തിന് സമ്മാനിച്ച മോബിൻ മോഹന്റെ പ്രഥമ ചെറുകഥാ സമാഹാരമാണ് പുറംപോക്ക എന്ന പേരിൽ ആസ്വാദകരിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രശസ്ത ചിന്തകനും സാഹിത്യ നിരൂപകനുമായ KEN കുഞ്ഞഹമ്മദാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്.
പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കാഞ്ചിയാർ രാജൻ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. സംഘാടക സമിതി ചെയർമാൻ PC തോമസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം KR രാമചന്ദ്രൻ, കാഞ്ചിയാർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് തെക്കൻ, കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് വെട്ടിക്കുഴ, ഏരിയ സെക്രട്ടറി TJ ജോൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ഹൈറേഞ്ചിലെ പ്രശസ്തരായ കവികളും സാഹിത്യകാരന്മാരും പങ്കെടുത്ത കഥാകവിതാരംഗം നടന്നു. പുകാസ ജില്ലാ പ്രസിഡന്റ് K ജയചന്ദ്രൻ കഥാകവിതാരംഗം ഉദ്ഘാടനം ചെയ്തു. തിരക്കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ അനിൽ K ശിവറാം, പ്രശസ്ത കവി സുഗതൻ കരുവാറ്റ, ജിജി K ഫിലിപ്പ്, KR രാമചന്ദ്രൻ, N വിജയമോഹൻ, NG മോഹനൻ, മോബിൻ മോഹൻ തുടങ്ങിയവർ തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മനുഷ്യനിൽ നിന്നും പരസ്പര സ്നേഹവും വിശ്വാസവും അകന്നു പോകുന്നിടത്ത് ജനാധിപത്യത്തിന്റെ പതനം ആരംഭിക്കുമെന്ന് പ്രശസ്ത ചിന്തകൻ KEN കുഞ്ഞഹമ്മദ്. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുന്നിടത്താണ് വർഗീയതയുടെ വിഷവിത്തുകൾ മുളയ്ക്കുന്നതെന്നും KEN അഭിപ്രായപ്പെട്ടു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം മോബിൻ മോഹന്റെ പുറംപോക്ക് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KEN കുഞ്ഞഹമ്മദ്. അപ്പോൾ വളരെ സങ്കീർണമായ ജീവിതമുള്ള നമ്മുടെ ഒരാവിഷ്കാരത്തിന്റെ ലോകം തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആ ആലോചനയുടെ ചുരുക്കം എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ രാഷ്ട്രത്തിന്റെ അതിർത്തികളിൽപ്പെട്ടവർ, വിവിധ മതത്തിൽപ്പെട്ടവർ, വിവിധ ജാതിയിൽപ്പെട്ടവർ, വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എത്തുന്നവർ, അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മളും മനുഷ്യരല്ലോ എന്ന ഒരു ആഴത്തിലുള്ള ബോധ്യം മറ്റാർക്കും വേണ്ടിയല്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ള, ഓരോരുത്തർക്കും വേണ്ടിയുള്ള ആഴത്തിലുള്ള ഒരു ബോധ്യം ഉണ്ടായി തീരുക എന്നതാണ് ഏറ്റവും പ്രധാനം. പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് കൂടപ്പിറപ്പുകൾക്കും ജീവിത പങ്കാളികൾക്കും പോലും പരസ്പര വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. മാതാപിതാക്കൾ കുട്ടികളോട് അവനവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനുവിനിസം എന്ന സങ്കുചിതമായ ജീവിത കാഴ്ചപ്പാട് വളർന്നു വരികയാണെന്നും KEN അഭിപ്രായപ്പെട്ടു. വളരെ സാംസ്കാരിക ഔന്നത്യം പുലർത്തുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ തരംതാണ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം പ്രതിലോമ ചിന്തകളെ മറികടക്കണമെങ്കിൽ സാംസ്കാരികമായ കൂട്ടായ്മകൾ ശക്തിപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. കുരുന്നു മനസ്സുകളിൽ ചായക്കൂട്ടുകളുടെ വർണ്ണ സൗന്ദര്യം നിറച്ച ചിത്രകലാ അധ്യാപകൻ ഉപാസന നാരായണൻകുട്ടിക്ക് ഹൈറേഞ്ചിന്റെ പ്രണാമം. മൂന്നാമത് ഉപാസന നാരായണൻകുട്ടി അനുസ്മരണ ചിത്രരചനാ മത്സരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കട്ടപ്പന ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹൈറേഞ്ചിലെ വിദ്യാലയങ്ങളിൽ ഏറെക്കാലം ചിത്രകലാധ്യാപകനായി സേവനമനുഷ്ഠിച്ച ഉപാസന നാരായണൻകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ് ഉപാസന അനുസ്മരണ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3 വർഷം മുമ്പ് ആരംഭിച്ച ജില്ലാതല ചിത്രരചനാ മത്സരത്തിൽ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഏറി വരുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, സ്പെഷ്യൽ സ്കൂൾ വിഭാഗങ്ങളിലായി 300ഓളം വിദ്യാർത്ഥികൾ ഇത്തവണത്തെ മത്സരത്തിൽ ക്യാൻവാസുകൾക്ക് നിറം പകർന്നു. കേവലം ഒരു മത്സരം എന്നതിനുപരി ചിത്രകലയുടെ സാങ്കേതിക തത്വങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ക്ലാസുകൾ കൂടി മത്സരാർത്ഥികൾക്ക് നൽകിക്കൊണ്ടാണ് തങ്ങളെ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ഉപാസനയുടെ സഹപ്രവർത്തകനും ചിത്രകലാധ്യാപകനുമായ ജോസ് ആന്റണി ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. ഉപാസന നാരായണൻകുട്ടി എന്ന് പറയുന്ന അധ്യാപകൻ ഹൈറേഞ്ചിൽ ചിത്രകലാരംഗത്ത് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമഫലമായി ഹൈറേഞ്ചിൽ, പ്രത്യേകിച്ച് കട്ടപ്പന മേഖലയിൽ സംസ്ഥാന തലത്തിൽ വരെ കുട്ടികളെ എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു പ്രവർത്തനം സംഘടിപ്പിക്കാനായിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള തലമുറയിലേക്കും കൂടെ കൊടുക്കാനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 200ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ആ 200ഓളം കുട്ടികൾ എന്ന് പറയുന്ന സ്കൂളുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 5-6 കുട്ടികൾ വീതം വന്നിട്ടുള്ളവരാണ്. ഒരുവിധം നല്ല മത്സരവും അതുപോലെ തന്നെ പരിശീലനം നേടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും ഇത്തവണ മെച്ചമാണ്. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നു എന്നതും ഉപാസന നാരായണൻകുട്ടി അനുസ്മരണ ചിത്രരചനാ മത്സരത്തിന്റെ പ്രത്യേകതയാണ്. ഓരോ വിഭാഗങ്ങളിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം മെമന്റോയും സമ്മാനിച്ചു. മത്സരത്തിന് ശേഷം നടന്ന ഉപാസന അനുസ്മരണ സമ്മേളനത്തിലാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ഉപാസന നാരായണൻകുട്ടിയുടെ ശിഷ്യരും സഹപ്രവർത്തകരുമായ ജോസ് ആന്റണി, ഷിബു ഇൻസൈറ്റ്, അനിൽ K ശിവറാം, ചിത്ര ഷാജി, MC ബോബൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KM സിനോബി, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഉപാസന നാരായണൻകുട്ടി അനുസ്മരണ ചിത്രരചനാ മത്സരത്തോടൊപ്പം ചിത്ര പ്രദർശനവും ഒരുക്കിയിരുന്നു. മുൻ വർഷങ്ങളിലെ മത്സരങ്ങളിൽ വിജയികളായ മത്സരാർത്ഥികളുടെയും ചിത്രകലാ അധ്യാപകരുടെയും ചിത്രങ്ങളാണ് ഉപാസന ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചത്. ഹൈറേഞ്ചിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ
കലാസ്വാദകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപാസന ചിത്രരചനാ മത്സരവേദിയിൽ ചിത്രപ്രദർശനം ഒരുക്കിയത്. മത്സരവേദിയായ കട്ടപ്പന ടൗൺ ഹാളിന്റെ ബാൽക്കണിയാണ് ഉപാസന ആർട്ട് ഗ്യാലറിയായി മാറിയത്. മുൻവർഷങ്ങളിലെ വിജയ ചിത്രങ്ങളും ഇടുക്കി ജില്ലയിലെ ചിത്രകലാ അധ്യാപകരുടെ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചു. 150ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ പെയിന്റ് എന്നീ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് ഉപാസന ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് ചിത്രപ്രദർശനത്തിന് മേൽനോട്ടം വഹിച്ച ചിത്രകലാ ഷാജി പറഞ്ഞു. കൂട്ടായ്മയിലെ എല്ലാവരും കൂടി ഒരു ഉപാസന ആർട്ട് ഗ്യാലറി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ആർട്ട് ഗ്യാലറിയിൽ കഴിഞ്ഞ മുമ്പിലത്തെ വർഷവും നടത്തിയ മത്സരത്തിലെ ഏറ്റവും വിജയികളായ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും വാട്ടർ കളർ മീഡിയമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ചിത്രകലാ അധ്യാപകന്മാർ വരച്ച ചിത്രങ്ങൾ തൊട്ട് ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിത്രകലാ അധ്യാപകർ വരച്ച ചിത്രങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. ഗ്രാമസൗന്ദര്യവും കാനന ഭംഗിയും ഇതൾ വിരിയുന്ന ചിത്രങ്ങളും സാമൂഹ്യാവസ്ഥയുടെ നെറുകേടുകളോട് ചായങ്ങൾ കൊണ്ട് പ്രതികരിച്ച ചിത്രകാരന്മാരുടെ ആത്മരോഷങ്ങൾ ഇതൾ വിരിഞ്ഞ ചിത്രങ്ങളും പ്രദർശനത്തെ വേറിട്ടതാക്കി. നിരവധി ആസ്വാദകരാണ് ചിത്രപ്രദർശനം കാണാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഹൈറേഞ്ചിന്റെ പ്രിയപ്പെട്ട കവി സുഗതൻ കരുവാറ്റയുടെ കവിതകളെ ആസ്പദമാക്കിയുള്ള സാഹിത്യാസ്വാദക സദസ്സ് കട്ടപ്പനയിൽ നടന്നു. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തഞ്ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattapana. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേയൊരു വെഡ്ഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഹൈറേഞ്ചിന്റെ പ്രിയപ്പെട്ട കവി സുഗതൻ കരുവാറ്റയുടെ കവിതകളെ ആസ്പദമാക്കിയുള്ള സാഹിത്യാസ്വാദന സദസ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. യുവകലാ സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്.
മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, കാലവും പ്രകൃതിയും സമന്വയിക്കുന്ന ദീപ്തമായ വെളിപ്പെടുത്തലുകൾ. കായൽ എന്ന കവിതാ സമാഹാരത്തെ കരുത്തുറ്റതാക്കി മാറ്റുന്നതിൽ പിന്നെയുമുണ്ട് വൈകാരിക തലങ്ങൾ ഏറെ. കാവ്യസമ്പന്നമായ വരികളുടെ പ്രാസഭംഗിയും സംഗീതതലവും അർത്ഥവ്യാപ്തിയും അനുവാചകനെ ചിന്തയുടെ അഗാധതകളിലേക്ക് എടുത്തെറിയും. പിന്നെ സ്വപ്നതുല്യമായ യാത്രയാണ്. പതുപതുത്ത പട്ടുമെത്തയിലെ സുഖസുഷുപ്തിയുടെ അനുഭൂതിയിൽ നിന്നും ഇടയ്ക്കിടെ തേങ്ങലുകളിലേക്കും വികാരവിക്ഷോഭങ്ങളിലേക്കും ആർദ്രമായ പ്രണയാനുഭൂതിയിലേക്കും കൈപിടിച്ചുയർത്തും. കവി ഇടയ്ക്കിടെ സ്വയം കലഹിക്കുന്നതും നമ്മൾക്കറിയാം. ഗൃഹാതുരതകളുടെ അക്ഷരഭംഗിക്ക് വ്യാഖ്യാനം നൽകാം. അത് കായൽ എന്ന കവിതാ സമാഹാരം തന്നെ. അനുഗ്രഹീതനായ കവി സുഗതൻ കരുവാറ്റയുടെ തൂലികത്തുമ്പിൽ നിന്നും പിറന്നു വീണ അക്ഷരക്കൂട്ടുകൾ പലപ്പോഴും കാലത്തിനും ചരിത്രത്തിനും നേരെ ഉയർത്തിപ്പിടിച്ച കണ്ണാടി കൂടിയാണ്. കരിമല തിരുമുടിയിൽ ഉദിച്ച കതിരവനും കരിവിളക്കിന്റെ തിരുനാളമണച്ച് ആലപൂകിയ ചെറുമനും ചക്രത്തല ചവിട്ടി കാൽ കഴിച്ച് ചേറുമാടത്തറയിൽ തളർന്നുറങ്ങുന്ന തൊഴിലാളിയും ഹൃദയം നൊമ്പരമാകുമ്പോൾ ചാതുർവർണ്ണ്യത്തിലെ തെരുവിലൊറ്റയ്ക്കകപ്പെട്ട മൂത്തമോൾ പിടയുന്നതും ധാത്രി മൂർച്ഛിക്കുന്നതും സമകാലീന ദുരന്തങ്ങളുടെ നേർക്കാഴ്ചയാണ്. ഒടുവിൽ പുണ്ണുകൾ പൂക്കുന്ന മനസ്സുകളിൽ നിന്നും പുണ്യഗംഗ പിറക്കില്ല എന്ന ലോകതത്വം കൂടി അനുവാചകന് കവി പകർന്നു നൽകിയാണ് വിടവാങ്ങുന്നത്. ഹൈറേഞ്ചിന്റെ സാഹിത്യ നഭസിലെ നക്ഷത്രങ്ങളായ KR രാമചന്ദ്രൻ, കാഞ്ചിയാർ രാജൻ, ജോസ് വെട്ടിക്കുഴ, ബാബു പൗലോസ്, പാപ്പു തുടങ്ങി സമ്പന്നമായ കലാ സാംസ്കാരിക സദസ്സാണ് കട്ടപ്പന അമേരിക്കൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. ബംഗാളി നാടോടി സംഗീതത്തിന്റെ അഭൗമ സൗന്ദര്യം നിറയുന്ന ബാബുൾ സംഗീത നിശയ്ക്ക് കുമളി ആതിഥ്യമരുളി. ചൈതന്യ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ബാബുൾ സംഗീത നിശ സംഘടിപ്പിച്ചത്. പാട്ടുകൊണ്ട് മാത്രം ലോകബോധത്തെ മാനവികതയുടെ മുന്നിൽ അഭിസംബോധന ചെയ്ത ചെറു സംഘങ്ങളാണ് ബാബുൾ ഗായകർ. പാന്ത് എന്ന അർത്ഥം വരുന്ന ബാദുൽ എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ബാവുൽ എന്ന പദത്തിന്റെ ഉത്ഭവം. 16-ാം നൂറ്റാണ്ടിലെ ചൈതന്യദേവന്റെ കാലത്താണ് ബാവുലുകൾ ഉത്ഭവിച്ചതെന്ന് കരുതുന്നു. ഗ്രാമീണ ബംഗാളിലെ കുടിലുകളിൽ വസിക്കുകയും ഇന്ത്യൻ ഗ്രാമാന്തരങ്ങളിലൂടെ ആടിയും പാടിയും ഉപജീവനം കഴിക്കുകയും ചെയ്യുന്ന ഇവർ ബംഗാളി സംസ്കാരത്തിലെ അവധൂത പാരമ്പര്യത്തിന്റെ നേർസാക്ഷികളാണ്. നാടോടി പാട്ടിന്റെ സ്വഭാവവിശേഷതകൾ നിലനിർത്തിപ്പോരുന്ന ബാവുൽ ഗാനങ്ങൾ കേവലം നാടൻ പാട്ടുകൾ മാത്രമല്ല, വ്യക്തമായ രാഗഛായുള്ള നാടോടി ഈണങ്ങളാണ് ഈ പാട്ടുകളിലുള്ളത്. നാടൻ സംഗീതോപകരണങ്ങളായ ഒറ്റത്തന്ത്രി വീണ, ദൂതാര, ഡുഗ്ലി, കോൾ, ഗോബ, ബോമോ, ഡുപ്കി, ഓടക്കുഴൽ, കൈമണി, കാൽച്ചിലങ്ക തുടങ്ങിയവയാണ് ഇവരുടെ വാദ്യോപകരണങ്ങൾ. ഉയർന്ന മാനവികതയുടെയും ഹർഷോത്മാദത്തിന്റെയും ഈ ഗീതങ്ങൾ പകരം വയ്ക്കാനില്ലാത്ത അവധൂത ചിന്തകളുടെ നടനാലാപന സാധ്യതകളാണ് നൽകുന്നത്. നമ്മുടെ മനുഷ്യപ്രകൃതിയിലെങ്ങും ഭൂമിയുടെ ഏതരികിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ബാവുലിനെ. ന്യൂസ് ബ്യൂറോ, കുമളി. ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ആദ്യമായി കുമളി പളിയക്കുടി കോളനി സ്വദേശിക്ക്. ആദിവാസി കോളനിയിലെ അരുവിക്കാണ് ഇത്തവണത്തെ ഗുരുപൂജ അവാർഡ് ലഭിച്ചത്. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള ഫോക്ലോർ അക്കാദമിയുടെ 2013 അവാർഡാണ് കുമളി സ്വദേശിയായ അരുവിക്ക് ലഭിച്ചത്. കഴിഞ്ഞ 28-ന് പാലക്കാട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് അരുവി അവാർഡ് ഏറ്റുവാങ്ങി. കുമളി ആദിവാസി കോളനിയിലെ അംഗത്തിന് ആദ്യമായാണ് ഇത്തരത്തിലൊരു അംഗീകാരം ലഭിക്കുന്നത്. കുമളി പളിയക്കുടി ആദിവാസി കോളനി സ്വദേശിയും വനവകുപ്പിലെ വാച്ചറുമാണ് അരുവി. അന്യം നിന്നു പോകുമായിരുന്ന ആദിവാസി പരമ്പരാഗത കലകളെ വീണ്ടെടുത്തതിനാണ് അംഗീകാരം ലഭിച്ചത്. ഭാവിയിലേക്ക് ഇത് പഴയ രീതിയിൽ തന്നെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം കൊണ്ടുകൂടി പല കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടിരുന്ന ഈ വാദ്യോപകരണം വായിച്ചത് വരും ഈ കുട്ടികളെ കൂടി ഞാൻ പഠിപ്പിക്കുകയാണ്. ഈ തലമുറകൾക്ക് അന്യം നിന്ന് പോകരുത് എന്നും പറഞ്ഞൊരു ആഗ്രഹം കൊണ്ട് കുട്ടികളെ കൂടി ഞാൻ ഇത് പഠിപ്പിച്ചെടുക്കുകയാണ്. അരുവിയുടെ വല്യച്ഛൻ വെള്ളയങ്കാണി ആദിവാസി കലാകാരനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളയങ്കാണി മരിച്ചുപോയി. വെള്ളയങ്കാണിയുടെ മരണത്തിലൂടെ അന്യം നിന്ന് പോകുമായിരുന്ന ആദിവാസി പരമ്പരാഗത കലകളെ വീണ്ടെടുക്കുന്നതിനായി 25 വർഷം മുമ്പ് ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് പളിയക്കുടി കേന്ദ്രീകരിച്ച് വെള്ളയങ്കാണി പരമ്പരാഗത നൃത്ത സംഘം രൂപീകരിച്ചു. 10 യുവതികൾ ഉൾപ്പെടെ 22 കലാകാരന്മാരാണ് സംഘത്തിലുള്ളത്.
പരമ്പരാഗത നൃത്തസംഘം സംസ്ഥാനത്തും പുറത്തും നിരവധി വേദികളിൽ ആദിവാസി പരമ്പരാഗത നൃത്തങ്ങളും പാട്ടുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. കല്യാണപ്പാട്ട്, പ്രാർത്ഥനാഗീതം, കോമാളിപ്പാട്ട്, നെല്ലുകുത്തുപാട്ട് തുടങ്ങി നിരവധി ആദിവാസി ഗാനങ്ങളും നൃത്തങ്ങളും അരുവിയും സംഘം നടത്തിവരുന്നു. ഇതിലെ പൊരുളുകൾ ജനങ്ങളുടെ മധ്യയിൽ എത്തിക്കണം. പ്രകൃതി നമുക്ക് ദോഷമല്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ഈ കലാരൂപത്തിന്റെ പാട്ടിന്റെയും വരികളിലേക്ക് വരുന്ന ഉത്തരങ്ങൾ അതാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട CDS ADS ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടന്നു. കട്ടപ്പന പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ ADS CDS കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് ഞായറാഴ്ച പൂർത്തീകരിച്ചിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നത്. CDS ചെയർപേഴ്സണായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ലോഹിതാക്ഷന് മെമ്പർ സെക്രട്ടറി ശൈലജ രാജീവ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രേസ് മേരി ടോമിച്ചൻ, 22 വാർഡുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട CDS അംഗങ്ങൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചൊല്ലി. 22 അംഗ CDSൽ കഴിഞ്ഞ CDSലെ 12 അംഗങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 10 അംഗങ്ങളാണ് പുതിയതായി CDSലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജു ചക്കുമൂട്ടിൽ, മോളിക്കുട്ടി സെബാസ്റ്റ്യൻ, മേരിക്കുട്ടി ജോസഫ്, ജോളി രാമകൃഷ്ണൻ, ജയശ്രീ ഷൈൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PB ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇന്ന് റിപ്പബ്ലിക് ദിനം. രാജ്യം റിപ്പബ്ലിക്കായതിന്റെ 66ാം പിറന്നാളിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ. 1950 ജനുവരി 26-നായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക്കായത്. ഇന്ന് ഇടുക്കിയുടെ പിറന്നാൾ. ഇടുക്കി ജില്ല രൂപീകൃതമായിട്ട് ഇന്ന് 43 വർഷം. 1972 ജനുവരി 26-ന് ജില്ല രൂപീകൃതമായി. 53 പഞ്ചായത്തുകളോടൊപ്പം വാളറ, പട്ടം കോളനി പഞ്ചായത്തുകൾ ചേർക്കപ്പെട്ടതും കട്ടപ്പന നഗരസഭയും മെഡിക്കൽ കോളേജുമെല്ലാം ഇത്തവണ ഇടുക്കിക്ക് ലഭിച്ച പിറന്നാൾ സമ്മാനങ്ങൾ. മനുഷ്യരിൽ നിന്ന് പരസ്പര സ്നേഹവും വിശ്വാസവും അകന്നു പോകുന്നിടത്ത് ജനാധിപത്യത്തിന്റെ പതനം ആരംഭിക്കുമെന്ന് പ്രശസ്ത ചിന്തകൻ KEN കുഞ്ഞഹമ്മദ്. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുന്നിടത്താണ് വർഗീയതയുടെ വിഷവിത്തുകൾ മുളയ്ക്കുന്നതെന്നും KEN. ഇടുക്കിയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുവാൻ എല്ലാവരും കൂട്ടായ പരിശ്രമം നടത്തണമെന്ന് മന്ത്രി PK ജയലക്ഷ്മി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉരുന്നു മനസ്സുകളിൽ ചായക്കൂട്ടുകളുടെ വർണ്ണ സൗന്ദര്യം നിറച്ച ചിത്രകലാ അധ്യാപകൻ ഉപാസന നാരായണൻകുട്ടിക്ക് ഹൈറേഞ്ചിന്റെ പ്രണാമം. 3ാമത് ഉപാസന നാരായണൻകുട്ടി അനുസ്മരണ ചിത്രരചനാ മത്സരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Strong furniture, Index furniture. Index furniture near KSRTC bus stand, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത
വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീ ഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ പള്ളിക്കവല കട്ടപ്പന. കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. കെജി സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. കെജിസ് ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.